തിരുവനന്തപുരം വർക്കല ഇലകമൺ കായൽത്തീരം ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിലാണ്. ഇത് കാരണം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാകുകയാണ്. പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധേയമായ വർക്കല ഇലകമൺ കായൽ തീരപ്രദേശത്താണ് സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ശല്യം രൂക്ഷമാകുന്നത്. ഇലകമൺ കായൽപ്പുറം, സംഘത്തൊടി പ്രദേശം എന്നിവ കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നത്. സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ, എൻ്റെ 2 മക്കളും അടുത്തില്ല. പിന്നെ ഇവിടെ വെള്ളമടി, ചാരായ കച്ചവടം, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ അവര് നമ്മളെ കാണുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വെളിയിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളടുത്ത് മോശമായിട്ട് സംസാരിക്കും. ഞാനിപ്പം എല്ലാം പേടിച്ചാണ് നേരം വിളിപ്പിക്കുന്നത്. അയിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഒരു ഫലവുമില്ല. ആൾപ്പാർപ്പില്ലാത്ത ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന വീടുകളും കണ്ടൽക്കാടുകളുമാണ് ക്രിമിനൽ സംഘങ്ങളുടെ പ്രധാന കേന്ദ്രം. വിദ്യാർത്ഥികളും വിജനമായ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് രക്ഷിതാക്കളിലും ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചില സ്കൂളുകളിലെ കുട്ടികൾ വരെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും നമ്മളെ പേടിപ്പിക്കുന്ന കാര്യം. ചില സ്കൂളുകളിലെ കുട്ടികൾ യൂണിഫോമോട് കൂടി വരെ ഇങ്ങനെയുള്ള മേഖലകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ പരിസരത്ത് നമ്മുടെ യുവജനങ്ങളെല്ലാം ഇടപെട്ട് ഇവരെല്ലാം തിരിച്ചു പറഞ്ഞു വിട്ടായിരുന്നു, ഇങ്ങനെയൊന്നും കയറി വരരുത്, ഈ ഏരിയയിലൊന്നും വന്ന് ഇത് കണക്ക് സമയം കളയരുത്. യൂണിഫോമിലാണ് വരുന്ന കുട്ടികൾ. നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. പ്രദേശത്ത് ശക്തമായ പോലീസ് നിരീക്ഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.